ഇന്റർവെൽ 5 അവിടെ മുതൽ ഞങ്ങളുടെ പടവില്ലേ വേറെ ലെവലിലേക്ക് സ്പോയിലർ ആരും ഇടരുത്. കുഴപ്പമില്ല, പക്ഷെ കുറച്ച് വിഷമമൊക്കെ വന്ന് ലാസ്റ്റ് ആക്ച്വലി നല്ലായിരുന്നു. ലൈക്ക് ഐ മീൻ ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും വെച്ചില്ല, ബട്ട് ബോറടിപ്പിക്കാണ്ട് നല്ലായിരിക്കും. പക്ഷെ റൂം ലൈക്ക് സ്പോയിലർ ആരും ഇടരുത്, എനിക്കത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നല്ല പടം, എല്ലാം അടിപൊളിയായിരുന്നു, നല്ല രസമാണ് ശരിക്കും. വൈ നോട്ട്? മോഹൻലാൽ ഓൾറെഡി, ലാലേട്ടൻ ഓൾറെഡി കംപ്ലീറ്റ് ആണല്ലോ. ആ ദൃശ്യത്തിന്റെ പവർ, ജീത്തു ജോസഫ് എന്ന് പറയുന്ന ആ സംവിധായകന്റെ ആ പവർ, അത് ഫസ്റ്റും സെക്കൻഡും പോലെ തന്നെ ഈ തേർഡിൽ നിലനിർത്തിയിട്ടുണ്ട്. ട്വിസ്റ്റും ബ്രില്യൻസ് ഒക്കെ അയ്യോ, അതൊരു എഴുത്ത് തന്നെയാണ്. അത് അദ്ദേഹത്തിന് മാത്രം പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സെക്കൻഡ് ഹാഫ് കത്തിച്ച് അടിപൊളിയായിട്ട് ടിസ്റ്റുകളൊക്കെ എങ്ങനെ സാറിന്റെ അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടന്റെ പെർഫോമൻസ് വൈസ് ഒക്കെ ഇഷ്ടപ്പെട്ട പോലെ എങ്ങനെയുണ്ടായിരുന്നു? 1 to 12 വെച്ച് നോക്കുമ്പോ ഒരുപാട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? മോഹൻലാൽ തകർത്തു. അടിപൊളി. ടിസ്റ്റ് കാര്യങ്ങളൊക്കെ വർക്കൗട്ടായി. ടിസ്റ്റ് കാര്യങ്ങൾ ഡീസന്റ് പടം. പാടം എങ്ങനെയുണ്ട് ചേട്ടാ? എങ്ങനെയുണ്ട് ദൃശ്യം? തകർത്തു. തീർച്ചയായിട്ടും നമ്മൾ ഫസ്റ്റ് സെക്കൻഡൊക്കെ കണ്ട ഒരു പ്രേക്ഷകൻ തന്നെയാണ്. അപ്പോൾ തേർഡിലേക്ക് വരുമ്പോൾ ആ ഒരു സസ്പെൻസ് നിലനിർത്തിയിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ ലാലേട്ടൻ മലയാളത്തിൻ്റെ സ്വന്തത്തിൻ്റെ ആ അഭിനയ പാഠം